അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോകത്തുള്ള വിശ്വാസികൾ മുഴുവനും ഒരുങ്ങി തയ്യാറെടുക്കുകയും ആ ഹജ്ജിന് പുറപ്പെടാൻ വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വിശ്വാസി ലക്ഷങ്ങൾ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ കേരളത്തിലെ സർക്കാരിന്റെ ആദ്യ ഹജ്ജ് വിമാനം ഇൻഷാ അള്ളാഹ് ഈ വരുന്ന 30-ാം തീയതി പുറപ്പെടുകയാണ്. 29-ാം തീയതി ഹാജിമാർ അവരുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി 30-ാം തീയതി പുറപ്പെടുകയാണ്. എന്തായിരുന്നാലും അങ്ങനെ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ ഉണർത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ അടുക്കലെത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെടുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും മർദിയായ സിയാറത്ത് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ നമുക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും വരുന്ന ഭാവിയിൽ ആ പരിശുദ്ധ ഭൂമിയിലെത്താനും ആ പുണ്യമായ കർമ്മങ്ങൾ നിർവഹിക്കാനും അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹജ്ജ് എന്ന് പറയുന്നത് അതൊരു മഹാഭാഗ്യമാണ്. അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവർ ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചവരാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിക്കുകയും ആ വിളി കേൾപ്പിക്കപ്പെടുകയും ആ വിളിക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നവരാണ് ഹജ്ജിന് വേണ്ടി പുറപ്പെടാനുള്ള ഭാഗ്യം ലഭിച്ചത്. അതാണ് ഹജ്ജ് എന്ന് പറയുന്ന ഒരു സംഗതി. അതിന് തീരുമാനമെടുക്കുന്നത് തന്നെ ആ വിളിക്ക് ഉത്തരം ലഭിച്ചു എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് വിജനമായ മരുഭൂമിയിൽ ആരുമാരും ജനങ്ങളോ അതുപോലെ തന്നെ വൃക്ഷലതാദികളോ പക്ഷിമൃഗാദികളോ ഒന്നും തന്നെ ഇല്ലാത്ത ഊഷരമായ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ജനങ്ങളിലേക്ക് വിളിക്കുക. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അതെ നബിയെ, തങ്ങൾ വിളിക്കുക, ഹജ്ജിന് വേണ്ടി വിളിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, ആ വിജനമായ മരുഭൂമിയിൽ നിന്ന് ഞാൻ വിളിച്ചാൽ ആരാണ് കേൾക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിം നബിയെ താങ്കൾ വിളിക്കുക, കേൾപ്പിക്കുന്നവൻ ഞാനാണ്. അലൈക നിദാ വഅലൈനൽ ബലാഗ്, നിങ്ങൾ വിളിക്കുക, എത്തിക്കുന്നവൻ ഞാനാണെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയുകയും അങ്ങനെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിക്കുകയും ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് ഹാജിമാര് മുഴുവനും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് എന്ന തൽബിയത്തിന്റെ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഒരേ ഒരൊറ്റ മുദ്രാവാക്യമാണ് ഹാജിമാരുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്നത്. അവരുടെ വേഷം ഒന്നാണ്, ഒരേ ഒരൊറ്റ വേഷം. എല്ലാ രാജ്യക്കാരും ഉണ്ടാകും. അവരെല്ലാവരും പക്ഷേ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി കഫംപടവെ ഓർമ്മപ്പെടുത്തുന്ന ഒരൊറ്റ മുണ്ടും ഒരു മേൽമുണ്ടുമായി തൽബിയത്തിന്റെ മന്ത്രവുമായി പരലോക മോക്ഷം എന്ന ഒരേ ഒരൊറ്റ ലക്ഷ്യവുമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് 20-25 ലക്ഷത്തോളം വരുന്ന ഹാജിമാർ അവിടെ ഒരുമിച്ച് കൂടുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരെ യാത്രയാക്കലും അവരോട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്യലും പ്രത്യേകം സുന്നത്തായ കർമ്മങ്ങളാണ്. അത് നാം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവർ പോകുന്നത് വിശുദ്ധമായ ഭൂമിയിലേക്കാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമി, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഭൂമി. അൽ ഹുജ്ജാജു വൽ ഉമ്മാർ വഫുദുല്ല, ഹാജിമാരും ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നവരും അള്ളാഹുവിന്റെ അതിഥികളാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ അതിഥികൾ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു അവർക്ക് ഉത്തരം നൽകും. അതുകൊണ്ട് തന്നെ ഹജ്ജിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവരെ വിളിച്ച് പ്രത്യേകമായി കൊണ്ട് അവരോട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്യലും അവരുടെ യാത്രയും അവരുടെ ആ കർമ്മങ്ങളുമൊക്കെ നല്ല രീതിയിൽ ആയിത്തീരാൻ വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക എന്നുള്ള പരസ്പര
പരസ്പരം ദുആ വസിയത്ത് പ്രത്യേകം സുന്നത്താണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ നാം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുകയാണ്. കാരണം ഹാജിമാര് ചെന്നിറങ്ങുന്നത് പരിശുദ്ധമായ കഅബയുടെ മുമ്പിലേക്ക്. ആ കഅബ തവാഫ് ചെയ്യുമ്പോൾ, കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി ഓരോ പാദങ്ങൾ വെക്കുമ്പോഴും 30ഓളം പ്രതിഫലമാണ്. 10 അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്നു, 10 ദറജകൾ വർദ്ധിക്കുന്നു, 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. ഒരു കാലടി ആ പരിശുദ്ധമായ ഭൂമിയിൽ ആ കഅബയുടെ ചുറ്റുവട്ടത്ത് ഒരു കാൽപാദം വെക്കുന്ന മനുഷ്യന് ഇങ്ങനെ 7 തവാഫുകൾ പൂർത്തിയാക്കി ആ കഅബയുടെ ചുറ്റുഭാഗത്ത് നിന്ന് മഖാം ഇബ്രാഹിമിന് പിന്നിൽ നിന്ന് നിസ്കരിച്ച് സഫാ മറുവയിൽ സഈ ചെയ്ത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതൊക്കെ ഹജ്ജ് എന്നുള്ളത് ഒരു അനുസ്മരണമാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ വിശ്വാസമാകുന്ന വജ്രായുധം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ പരീക്ഷണങ്ങളെ അതിജയിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഹജ്ജ്. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിൽ നാം ഇറങ്ങി ചെല്ലുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും പ്രിയപ്പെട്ട പത്നി ഹാജർ ബീവി റളിയല്ലാഹു അൻഹായുടെയും അവരുടെ പൊന്നോമന മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെയും ത്യാഗനിർഭരമായ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ സന്ദർഭങ്ങളും നമ്മുടെ മനോമുകുരങ്ങളിൽ ഉയർന്നു വരുന്നതായി കാണാം. നിങ്ങൾക്കറിയുമോ, മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പൊന്നോമന പുത്രനെ ആ കഅബ ശരീഫിന്റെ ചുറ്റുവകത്ത് കിടത്തിയിട്ട് ദാഹജലത്തിനു വേണ്ടി മഹദി അവർകള് സഫായുടെയും മറുവയുടെയും ഇടയിൽ ആ പരിശുദ്ധമായ ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ മഹദി അവർകൾ നടന്നതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാക്കി മാറ്റി സഫയും മറുവയും. സഫയും മറുവയും വലിപ്പം കൊണ്ടല്ല, ചെറിയ 2 മൊട്ടക്കുന്നുകളാണ്. പക്ഷേ ആ 2 മൊട്ടക്കുന്നുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അവന്റെ ചിഹ്നങ്ങളാക്കി മാറ്റി. എന്തുകൊണ്ടാണെന്നറിയുമോ? സ്വന്തമായിട്ടൊരു പേര് പോലും ഇല്ലാത്ത അടിമവർഗത്തിൽപ്പെട്ട ഹാജർ ബീവി എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രിയപ്പെട്ട പത്നി, ആ പ്രിയപ്പെട്ട ഉമ്മ ഇസ്മായിലിന്റെ ഉമ്മ ആ കുഞ്ഞുമകന് ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടി വെള്ളം തേടിക്കൊണ്ട് സഫയുടെയും മറുവയുടെയും ഇടയിലൂടെ അങ്ങുമിങ്ങും വല്ലാത്ത ഭീതിയോടെ പേടിയോടെ ഓടിയതിനെ ഓർമ്മ പുതുക്കലാക്കിക്കൊണ്ട് സഫാ മറുവക്കടിയിൽ സഈ ചെയ്യാത്തവന് ഹജ്ജില്ല എന്ന് പറയുക. പ്രിയപ്പെട്ടവര്, മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെ ഓർക്കാതെ അവിടെ ഹജ്ജില്ല. നമുക്കറിയാം, കഅബയുടെ ഒരു ഭാഗത്ത് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ചുറ്റുമതിൽ കാണാൻ കഴിയും. അതിന്റെ ഉൾഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭവനത്തോട് ചേർത്ത് വെച്ചു. ഹിജ്ർ ഇസ്മായിലിന്റെ അകത്ത് നിന്ന് നിസ്കരിക്കുന്നവർക്ക് കഅബയുടെ അകത്ത് നിന്ന് നിസ്കരിക്കുന്ന പ്രതിഫലമാണ്. ഏതാണ് ഹിജ്ർ ഇസ്മായിൽ എന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഹാജർ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമുമായിരുന്ന ഹാജറിന്റെ മടിത്തട്ടിനെ റബ്ബ് സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെ വരുന്ന വിശ്വാസികളോട് അവന്റെ കഅബ ശരീഫിന്റെ അകത്തളത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഹാജർ ബീവി എന്ന് പറയുന്ന ഹാജർ എന്ന് പറയുന്ന സ്വന്തമായിട്ടൊരു പേര് പോലുമില്ലാത്ത കറുത്ത വർഗത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ മഹത്വം ലോകാവസാനം വരെ ഉയർന്നു നിൽക്കണമെന്ന അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ കാഴ്ചപ്പാടാണ് ലോകത്തുള്ള വിശ്വാസികളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നടപ്പിൽ വരുത്തുന്നത്. ഇങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ പരിശുദ്ധമായ ഭൂമിയിലെ ഓരോ മണൽത്തരികളും അവർക്ക് വിശ്വാസത്തിന്റെ രോമാഞ്ച പുളകിതമാക്കുന്ന രംഗങ്ങളാണ്. 1000 ആണ്ടുകൾക്ക് ശേഷം ആ പുണ്യമായ മക്കയിൽ ജനിച്ച് ആ മക്കയുടെ കഅബാലയത്തിന്റെ ചുറ്റുവട്ടത്ത് ജീവിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദം പതിഞ്ഞ മണ്ണിലാണ് ഞാനുള്ളത്. ആദം അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഉള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും കാൽപാദം പതിഞ്ഞ മണ്ണിലാണ് ഞാനുള്ളത്. ഇങ്ങനെ ഓരോ വിശ്വാസിക്കും അവരുടെ വിശ്വാസത്തിന്റെ ആർജവം വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കാനും അവരെ വിശ്വാസം കൊണ്ട് അവരെ പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ഓർമ്മകളിലേക്ക് അവരെ അടുപ്പിക്കാനും ഈ പുണ്യഭൂമിയിലൂടെ സജ്ജരാക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മനസ്സിലാക്കണം, സംസം നമുക്കറിയാം ഇസ്മായിൽ അലൈഹി സ്വലാമിന്റെ കാൽപാദത്തിന് ഉറവയെടുത്ത, ഇന്ന് വരെ മാലിന്യം കണ്ടെത്താൻ കഴിയാത്ത, ഇന്ന് വരെ നീരുറവയുടെ ഒഴുക്ക് നിലക്കാത്ത ഒരു ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. ആ വെള്ളം എന്തിനു വേണ്ടി കുടിക്കുന്നു? ആ ഉദ്ദേശത്തിനുള്ളതാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംസം. അതുപോലെ മഖാം ഇബ്രാഹിം, സഫ മറുവ, മുസ്ദലിഫ, മിന, അറഫ, അൽ ഹജ്ജു അറഫ.
അറഫയില്ലാത്തവന് ഹജ്ജില്ല. അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ കൂടുന്ന മുഴുവൻ ആളുകൾക്കും പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവർ ചോദിക്കുന്നതിന് മുഴുവനും ഉത്തരം നൽകാൻ അള്ളാഹു തയ്യാറാകുകയും ചെയ്യുന്ന പരിശുദ്ധമായ ഹജ്ജിന്റെ ഓരോ മുആമലാത്തുകളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ മനോമുകുരങ്ങളിൽ ഉണ്ടാകണം. ഈ ഹാജിമാരെ യാത്രയയക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടി അവർക്ക് വേണ്ടി നാം ദുആ ചെയ്തുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സംഗമിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനോടുള്ള സ്നേഹം, അത് ചെയ്യാനുള്ള ആഗ്രഹം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സമീപ ഭാവിയിൽ തന്നെ നമുക്ക് ആ പുണ്യഭൂമിയിലെത്താനും ആ പുണ്യമായ ഹജ്ജും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും മർദിയായ സിയാറത്തും നിർവഹിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.